നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരായ ഖൗമിലെ കുട്ടി പ്രയോഗം ഗൗരവകരമാണെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മയിൽ. തഹ്ലിയക്കെതിരായ അപവാദ പ്രചരണം നടത്തിയ 3 പേർക്കെതിരെ മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്യും. പേരാമ്പ്രയിൽ CPIM വർഗീയ കാർഡ് ഇറക്കിയത് പരാജയത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ജെൻസി വോട്ടുകൾ പൂർണ്ണമായും ഫാത്തിമ തഹ്ലിയ നേടും. കോഴിക്കോട് ജില്ലയിൽ 9 സീറ്റുകളിൽ UDFന് വിജയം ഉറപ്പാണെന്നും മറ്റു 4 ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നും TT ഇസ്മയിൽ വ്യക്തമാക്കി. ഫാത്തിമ തഹ്ലിയയുടെ കേസ് ഞങ്ങൾ ഇനിയും തുടരുകയാണ്. നടുവണ്ണൂരിലെ നിസരി എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഖൗമിലെ കുട്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗമുള്ളത്. ആ പ്രയോഗം കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അതിനെയാണ് കലക്ടർ അങ്ങനെ ഇല്ല ഒരു സംവിധാനത്തിലൂടെ പറഞ്ഞൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ നിയമത്തിൻ്റെ എല്ലാ വഴിയും സ്വീകരിക്കും. കാരണം 3 കക്ഷികൾ ഫാത്തിമ തഹ്ലിയക്കെതിരെ പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരാജയത്തിൻ്റെ ആഴം എങ്ങനെ കുറക്കാൻ കഴിയുമെന്നതായിരുന്നു CPM ആലോചിച്ചുറപ്പിച്ചത്. അതുകൊണ്ടാണ് തികഞ്ഞ വർഗീയ കാർഡുകളിലേക്ക് പോകാൻ CPM തയ്യാറായത്. ഇതിനെതിരെ വിധി എഴുതാൻ പോകുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് പേരാമ്പ്രയിലെ ജെൻസി വോട്ടുകൾ ബാറിംഗ് റിലീജിയൻ ഫാത്തിമ തഹ്ലിയ നേടിയിരിക്കും. ഞങ്ങളവിടെ വിജയം ഞങ്ങൾ ഉറപ്പിക്കുന്നതിൻ്റെ ഒരു കാരണതാണ്. കോഴിക്കോട് ജില്ലയിൽ 13-ൽ 13 UDF നേടും.